ഹായ് ഹലോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ക്യൂട്ട്നെസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇന്നൊരു വ്ളോഗാണ്, എനിക്ക് പറ്റിയൊരു ചതിയുടെ വ്ളോഗ്. നിങ്ങൾ ഫുള്ള് കാണണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഡാഡി കാറും എടുത്തു വന്നു, നമുക്ക് കാറിൽ കയറിയിട്ട് സംസാരിക്കാം. അതല്ലേ അതിൻ്റെ ഒരു ബൂട്ടി. ഇന്ന് വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, നമ്മൾ റിലയൻസ് മാർട്ടിൽ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. എനിവേ ഇപ്പോഴെങ്കിലും ഇടാൻ പറ്റിയല്ലോ. അങ്ങനെ ഞാനും ഡേഡി മമ്മിയും അത് വേണ്ട, ഞാനും അച്ഛനും അമ്മയും, അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനും അച്ഛനും അമ്മയും കൂടെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റിലയൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം. ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ ഡാൻസ് ക്ലാസ് ആണ്. ഞാനിവിടെ അടുത്ത് ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. ഇത് താഴെ തടിക്ക് കൈ കൊടുത്തിരിക്കുന്നുണ്ടോ, അത് ഞാനാ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ റിലയൻസിലേക്ക് വണ്ടി കയറ്റുവാണ്. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാനും അമ്മയും കൂടെ വണ്ടിയിൽ നിന്ന് ചാടി നേരെ റിലയൻസിൻ്റെ അകത്ത് കയറുവാണ്, സാധനങ്ങൾ പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കയറി കഴിഞ്ഞാൽ പിന്നെ യുദ്ധമാണ് എന്തായാലും. നേരെ നമ്മൾ കൊണ്ടുപോയ ബാഗ് അവിടെ വെച്ചു. അവിടുന്ന് ഒരു പിഗി ബാഗ് അല്ലല്ലോ, എന്തോ ബാഗ് എന്തെങ്കിലും ആട്ടെ, അതെടുത്തു. നേരെ പോവാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ലിഫ്റ്റ് വന്നു. ലിഫ്റ്റ് വന്നു എന്നല്ലല്ലോ, ലിഫ്റ്റ് തുറന്നു എന്നല്ലേ, ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത്. എന്തിലോട്ടെ ലിഫ്റ്റ് തുറന്നു. ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇറങ്ങി ചെന്ന് കയറിയത് ആദ്യമേ ഞാൻ പോയത് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അവിടെ കുറച്ച് ചെരുപ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് നേരെ അമ്മ എന്തൊക്കെയോ പെറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് റിലയൻസിൽ പോകുന്നത് നമുക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ ഞാൻ ആദ്യം പോയി എടുത്തൊരു റൂം ഫ്രഷ്നർ ആയിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട്. അമ്മ എന്തൊക്കെയോ കൊത്തി പെറുക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആട്ടെ, അതൊക്കെ വീട്ടു ജോലി ചെയ്യുന്നവർക്കല്ലേ അറിയത്തുള്ളൂ, നമ്മൾ അടുക്കള കയറുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഉണ്ടായിരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ബൂട്ടി. പിന്നെ എനിക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. എൻ്റെ അടുത്ത് തിരി തീർന്നിരിക്കുമായിരുന്നു, എണ്ണ വേണമായിരുന്നു, സാമ്പ്രാണി വേണമായിരുന്നു. അങ്ങനെ അതൊക്കെ പെറുക്കിയെടുത്തു. ഡാൻസ് ക്ലാസ്സിലേക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിലേക്കുള്ളതും എടുത്തു. പിന്നെ മെയിൻ ഐറ്റം എനിക്കൊരു കണ്ടീഷണർ വേണമായിരുന്നു, അത് ഞാൻ എടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബെല്ലാവിറ്റയ്ക്ക് അവിടെ ഓഫർ ഉണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല, ചാടി കയറി അതും അങ്ങ് എടുത്തു. പിന്നെ എന്തായാലും റിലയൻസ് വരെ പോയിട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിൽ കയറാതിരിക്കുന്നത് മോശമാണല്ലോ, അതുകൊണ്ട് അച്ഛനൊരു 2 ഷർട്ട് നോക്കിയേക്കാലോ എന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ അച്ഛൻ എടുക്കാനാണ് കയറിയെങ്കിലും നമ്മൾ നമ്മുടെ സെക്ഷനിൽ നോക്കേണ്ടതാണല്ലോ ഒരു ഇത്. അങ്ങനെ ഒരു 2-3 ഡ്രസ്സ് എടുത്ത് വെച്ച് നോക്കിയതാണ്. ഇപ്പം കാണുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഉള്ളതിൽ ഏറ്റവും കുഴപ്പമില്ലാന്ന് തോന്നിയതാണ് ഞാൻ എടുത്ത് വെച്ചത്. നിങ്ങൾ എന്താ പറയാ, എനിക്ക് ഏതെങ്കിലും ചേരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ലിഫ്റ്റ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കുമായിരുന്നു അച്ഛൻ ലിഫ്റ്റ് കയറിയില്ലെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. പാവച്ച് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് വന്ന് കുറേ സാധനങ്ങൾ വീണ്ടും പെറുക്കിയെടുത്തു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം എടുക്കാനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ എല്ലാം ഒന്നും നമ്മൾ എടുക്കരുത്, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തിരിക്കണം. അങ്ങനെ എന്തപ്പോഴായിരുന്നു ചേട്ടൻ വിളിച്ച് പറഞ്ഞത് അവനൊരു ബി നാച്ചുറൽ വേണം. അവന് ഈ ബി നാച്ചുറലിന്റെ ഭയങ്കര ഫാനാണ്. ഞാൻ കുടിക്കത്തില്ല, ഞാൻ ഷുഗർ ഡയറ്റില്ല അങ്ങനെ എന്തപ്പോഴായിരുന്നു കറണ്ട് പോയത്. അപ്പൊ ഞാൻ മനസ്സിലാവും ഒന്ന് അറിഞ്ഞു കൂടിയാലോ, വേണ്ട, പിന്നെ അവരെന്ത് വിചാരിക്കുമല്ലേ. അങ്ങനെ പിന്നെ നേരെ പോയത് പച്ചക്കറിയുടെ സെക്ഷനിലേക്കാണ്. പച്ചക്കറി മാത്രമല്ല, നമുക്ക് ഫ്രൂട്ട്സ് വേണ്ടേ, നമുക്ക് ഫ്രൂട്ട്സ് വേണം, കുക്കുമ്പർ വേണം. അങ്ങനെ ഓരോ സാധനങ്ങൾ പെറുക്കിയെടുത്തു. സാധനങ്ങൾ പെറുക്കിയെടുത്താൽ മാത്രം പോരല്ലോ, അത് തൂക്കി നോക്കുകയും വേണമല്ലോ, എന്നാലല്ലേ അതിന്റെ വില അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പെറുക്കിയെടുത്ത സാധനങ്ങളെല്ലാം ഞാൻ തൂക്കി നോക്കാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ മെയിൻ ആയിട്ട് ഞാൻ കണ്ടത് ഫേവറേറ്റ് ഫുഡ് മാംഗോ. വാവ്, അതും കുറെ പെറുക്കിയെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബില്ല് ചെയ്യാനായിട്ട് പോയി. ബില്ലിങ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു നോട്ടുണ്ട്, നീ എന്നെ തീർത്തോടി, ഇല്ലായിരിക്കും. പിന്നെ അവിടെ നിന്ന് നേരെ എന്തോ കൂപ്പണൊക്കെ തന്നു, അതൊക്കെ പൂരിപ്പിച്ചു. പിന്നെ ബില്ലൊക്കെ കാണിച്ചു, നേരെ ഇറങ്ങി. ഈ സാധനം ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ? അങ്ങനെ എന്തൊക്കെയോ പെറുക്കി, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം പെറുക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ പോവാ. ഞാൻ എന്തിനെന്നറിയോ റിലയൻസ് ചതിച്ചു എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടാത്തായിട്ട് ഒന്നും കാണത്തില്ല. എന്തായാലേ മാർക്കറ്റിങ്, അതൊക്കെയാണ് അവരുടെ മാർക്കറ്റിങ്. പിന്നെ എടുത്ത ബാഗ് കൊണ്ടൊന്ന് തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി റിലയൻസിനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിക്കുകയാണ്. വീണ്ടും വന്ന വഴി തന്നെ പോകാൻ പറ്റുള്ളൂ, കാരണം സ്ഥിരമായിട്ട് പോകുന്ന വഴിയിലെല്ലാം ചെളിയാണ്. എന്തായാലും അങ്ങനെ വരുന്ന വഴിക്കാണ് ബില്ലിന്റെ കാര്യവും സാധനങ്ങൾ എന്തൊക്കെ എടുത്തു എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. അങ്ങനെ തിരിച്ചു. അച്ഛൻ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഈ പാലം എൻ്റെ എല്ലാ വ്ളോഗിലും കാണും. ഈ പാലമാണ് എൻ്റെ ഹൈലൈറ്റ്. ഇത് ഏത് പാലമാണെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, നമുക്ക് നോക്കാമല്ലോ ആർക്കൊക്കെ അറിയാവുന്നുള്ളത്. അങ്ങനെ തിരിച്ചു. ഞങ്ങളിത് വീണ്ടും ഡാൻസ് ക്ലാസ്സിൻ്റെ അതേ വഴി കൂടെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് കണ്ട ഫ്രണ്ട് കാണുന്ന ഞാനാ. വീണ്ടും താടിക്ക് കൊടുത്ത് ഞാൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഡാൻസ് ക്ലാസ് എല്ലാം താണ്ടി, പെരിയ മലയെല്ലാം താണ്ടി, പുഴയെല്ലാം താണ്ടി ഞങ്ങൾ നേരെ എൻ്റെ വീടിൻ്റെ റോഡിലെത്തി. ഡോർ തുറക്കാൻ പറ്റുന്നില്ല, ചതിക്കപ്പെട്ടു. അങ്ങനെ ഡോർ തുറന്നു, ഇറങ്ങി ഓരോരോ സാധനങ്ങൾ വെച്ച് പെറുക്കി വെളിയിലേക്ക് എടുക്കണം, കാരണം വീടിനകത്ത് വണ്ടി കയറത്തില്ലേ, ഒരു കുഞ്ഞു വഴിയാണ്, അതുകൊണ്ട്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ അച്ഛൻ ഓരോരുത്തരുടെ കയ്യിലേക്ക് ഇട്ട് തന്നു. എൻ്റെ കയ്യിലും തന്നു ഒരു ബാഗ്. ഒന്നുമല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുകയാണെന്നെങ്കിൽ ഉള്ളൊരു മര്യാദ കാണിക്കണ്ടേ, എന്തായാലും. അങ്ങനെ എല്ലാം പെറുക്കി എടുത്തോണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.